ശ്യാമേ, മനാഫ് പുതിയ നന്മമരം ശ്യാം അറിഞ്ഞു കാണുമല്ലോ. മനാഫിനെതിരെ ഇന്നലെ പോലീസ് കേസെടുത്തു. ശ്യാമാണ് എന്നോട് പറഞ്ഞത് മനാഫിനെതിരെ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ മനാഫിനെതിരെ ഇന്നലെ കേസെടുത്തു. പക്ഷേ ഉടനെ തന്നെ മനാഫിനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കി. ആ കുടുംബം ഇടപെട്ടിട്ടാണ്, അതായത് അർജുന്റെ കുടുംബം ഇടപെട്ടിട്ടാണ് മനാഫിനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ മനാഫ് വിഷയത്തിൽ ഷാമിന്റെ ഒരു ടേക്ക് എന്താണ്? എന്താ തോന്നുന്നത്? മനാഫ് വിഷയം ആരുടെ ഭാഗത്താണ് ന്യായം? ഒരുപാട് പേര് മനാഫിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര്. പല ആൾക്കാരും പറയുന്നത് അർജുന്റെ കാര്യത്തിൽ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ തെറ്റില്ല, നിങ്ങൾ മാധ്യമ പ്രവർത്തകരും അങ്ങനെയല്ലേ കാണിക്കുന്നത്. അപ്പോൾ കേസെടുക്കുകയാണെങ്കിൽ, യൂട്യൂബ് ചാനലിന്റെ പേരിൽ കേസെടുക്കുകയാണെങ്കിൽ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എതിരെ കേസെടുക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഇത് മതപരമായിട്ട് ഈ വിഷയം ഒന്ന് കൺവേർട്ട് ആയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ SDPI-കാരടക്കമുള്ള ആൾക്കാർ ഈ അവരുടെ വിവിധ അക്കൗണ്ടുകൾ, ഇപ്പൊ ഈ നമ്മൾ പറയത്തില്ലേ ഈ അഞ്ജലി നായർ, മറ്റേ ശശിധരൻ നമ്പൂതിരി എന്നൊക്കെ പറഞ്ഞവർക്ക് അക്കൗണ്ട്, അഞ്ജലി നായർ ഉണ്ട്. അഞ്ജലി നായർ. അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോൾ ആ അർജുന്റെ കുടുംബത്തെയും അർജുന്റെ ഭാര്യയും അടക്കം അങ്ങേയറ്റം മ്ലേച്ഛകരമായ രീതിയിൽ അധിക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. പിന്നെ ഈ ട്രോൾ സംഘം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ഈ സംഘപരിവാറുകാരെ ട്രോൾ എന്നൊരു ഗ്രൂപ്പാണ്. അതിലെല്ലാവരും ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ ബാഹുല്യം കണ്ട് നമ്മൾ അതിനകത്തല്ല. പക്ഷെ അതിനകത്ത് സുഡാപ്പികളെ വിമർശിക്കാൻ പാടില്ല. ഉടനെ തന്നെ വിമർശിക്കുന്ന ആൾക്കാരെ പിടിച്ച് പുറത്താക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ആ ഗ്രൂപ്പിനകത്ത് പോലും അർജുന്റെ കുടുംബത്തെ അങ്ങേയറ്റം ഹീനമായ രീതിയിൽ, വളരെ മോശമായ രീതിയിൽ കുഞ്ഞിനെ അടക്കം ട്രോളുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടു. അപ്പോ ഈ വിഷയത്തില് ശ്യാമിന് എന്താ തോന്നുന്നത്? എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, നമുക്ക് എന്തും പറയാം, അത് നമ്മുടെ ഒരു എന്താ പറയാ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ അവർ ഒരു തൊഴിലിടത്തിലേക്ക് തൊഴിലിന് പോയതിനെ, അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിനൊപ്പം നിന്ന് സംസാരിച്ചു എന്നതിൻ്റെയൊക്കെ പേരിൽ അവരെ വ്യാപകമായി, ഞാൻ അവരെയാണ് പറയുന്നത്, ആ സ്ത്രീ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ കുഞ്ഞും, അവരാണ് ഇതിന്റെ ശരിക്കുമുള്ള ഇര. ഇവിടെ വേറെ ആരും ഇരയല്ല, വേറെ ഒരു മനുഷ്യനും ഇരയല്ല, ഇരയുമില്ല. ബാക്കി എല്ലാവരും എന്താ പറയാ, ഇര എന്ന് പറയുന്ന മനാഫ് അല്ല ഇര. ഇര എന്ന് പറയുന്നത് ശരിക്കും കൃഷ്ണപ്രിയയും ആ കുഞ്ഞുമാണ്. കാരണം നഷ്ടപ്പെട്ടതൊക്കെ അവർക്കാണ്, അവരുടേതാണ് നഷ്ടം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവൻ ചോദിക്കുന്നത്, ഭർത്താവ് അവിടെ വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നു, മരിച്ചോ ജീവിച്ചോ എന്ന് പോലും അറിയില്ല, അപ്പോഴാണ് ഇവൾ സർക്കാർ ജോലിക്ക് പോയി കയറിയത് എന്നുള്ള ചോദ്യം കണ്ട കാണുമല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട്. അത് പിന്നെ എന്താണ് ചിത കത്തിച്ചിട്ട് ചാടണം? അതെ, സതി ആചരിക്കണമായിരുന്നു. സതി ആചരിക്കണമായിരുന്നു. ഇവരെന്തായി ധരിച്ചു വെച്ചിരിക്കുന്നത്? നമ്മൾ ഇതിനെയൊക്കെ ഇവന്മാര് മതപരമായിട്ട് എടുക്കും. ഇവന്മാര് മതപരമായി എടുത്ത് അതിനെ മതപരമായി കൈകാര്യം ചെയ്യും. ഈ സുഡാപ്പികൾ എന്തിൽ വന്ന് കയറിയാലും അവന്മാർ ഏത് വിഷയത്തിൽ അവന്മാരെ ഇടപെടിച്ചു അവന്മാരത് കലക്കും. അത് അവന്മാര് കലക്കി നശിപ്പിച്ചു. പക്ഷേ അവന്മാരുടെ സപ്പോർട്ട് സംഭവിച്ചു കൊടുക്കണം കേട്ടോ. ഈ പെണ്ണുകുടിയനെയും കള്ളുകുടിയന്മാരെയും വരെ അവന്മാര് ന്യായീകരിച്ച് മെഴികളെ. നമുക്ക് സവാദിന്റെ വിഷയം അറിയാലോ. മറ്റേ ആ മസ്താനി എന്ന് പറയുന്ന ആ പെണ്ണിന്റെ മുന്നിൽ നിന്ന് സ്വയംഭോഗം ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോ ബസ്സിൽ പിടികൂടിയ അവന് മറ്റേ എന്ത് സപ്പോർട്ടായിരുന്നു സുഡാപ്പിയുടെ ഭാഗത്തു നിന്ന്. അതായത് ഇവരുടെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഇവർക്ക് ഒരുപാട് അക്കൗണ്ടുകളുണ്ട്. ആ അക്കൗണ്ടുകളെല്ലാം അവർ യുണൈറ്റ് ചെയ്ത് ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ മീഡിയ ആക്രമണം അങ്ങോട്ട് അയച്ചുവിടും. അതായത് ഈ ഗീബൽസൺ സിദ്ധാന്തം എന്ന് പറയില്ലേ, 100 തവണ ഒരു കള്ളം 100 പേര് ചേർന്ന് ഒരു സ്ഥലത്ത് നിന്ന് ആവർത്തിച്ചാൽ അത് സത്യമാവും എന്ന് പറയില്ലേ, അതുപോലെയാണ് ഉമ്മാരുടെ വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അയ്യോ മനാഫിക്കയ്ക്ക് അങ്ങേ അറ്റത്തെ വലിയ ഐക്യദാർഢ്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഐക്യദാർഢ്യം കൊടുക്കുക എന്തോ ആയിക്കോട്ടെ, ആ സ്ത്രീയെയും കുഞ്ഞിനെയും എന്തിന് ആക്രമിക്കുന്നത്? അതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആ സ്ത്രീയും ഭർത്താവ് നഷ്ടപ്പെട്ട ആ സ്ത്രീയും അച്ഛൻ നഷ്ടപ്പെട്ട ആ കുഞ്ഞുമാണ്. ആ കുഞ്ഞിന് ഇപ്പോഴും ഇതിന്റെ ഗ്രാവിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്താണ് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് ആ കുഞ്ഞിന് അറിയില്ല. അപ്പോൾ എന്താ വേണ്ടുന്നത്? അവരെ പിന്തുണയ്ക്കുകയാണ് വേണ്ടുന്നത്, അല്ലാതെ അവരെ പോയി തെറി പറയുക. ഇന്നലെ ഒരു കമന്റ് കിടക്കുന്നു, ആ മുസ്ലിങ്ങളെ സഹായിക്കാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ കമന്റ് അല്ല, ഈ മനാഫിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. മനാഫ് കരയുന്നു, കണ്ണു നിറഞ്ഞു ഒഴുകുന്ന ഒരു വീഡിയോ, അമുസ്ലിങ്ങളെ സഹായിക്കാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഇവന്മാരുടെ ചിന്ത. ഇവന്മാരുടെ ചിന്ത മൊത്തം സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ, മതസ്പർദ്ധ വളർത്തുക. ഇത് നമ്മൾ തുറന്നു പറയുമ്പോൾ നമ്മളെ വർഗീയവാദി, താഴെ വന്നിട്ട് വർഗീയത പറയാതെടാ. ഞാൻ ചോദിക്കുന്നത്, നീയൊക്കെ വർഗീയത പറയുന്നത് തുറന്നു കാണിക്കുന്നത് നമ്മൾ വർഗീയത പറയുന്നു എന്നാണ് അവന്മാര് പറയുന്നത്. ആ ഘട്ടത്തിൽ അവർ വാർത്താ സമ്മേളനം നടത്തിയതിന്റെ ശരി തെറ്റുകളാണ്
എല്ലാവരും എടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. അവരുടെ കുടുംബം ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. ഞാൻ എപ്പോഴും ആ സ്ത്രീയിലും കുഞ്ഞിലും മാത്രമേ നിർത്തുന്നുള്ളൂ. ആ സ്ത്രീയും ആ കുഞ്ഞും ആ വാർത്താ സമ്മേളനത്തിൽ ഇരിക്കാതിരുന്നാൽ കൃഷ്ണപ്രിയ മനാഫിനൊപ്പം എന്ന് പറഞ്ഞ ഉമ്മാരോടെ തലക്കെട്ട് എഴുതും. ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനല്, ഈ സുഡാപ്പികളുടെ ചാനൽ വാർത്താ സമ്മേളനത്തിൽ കൃഷ്ണപ്രിയ വരാത്തതുകൊണ്ട് കൃഷ്ണപ്രിയയുടെ മനസ്സ് മനാഫിനൊപ്പം എന്നും പറഞ്ഞെടുത്ത് വെച്ചിരിക്കും. കൃഷ്ണപ്രിയ മനാഫിനൊപ്പം ഒന്നും അടിച്ചു ഇമാര്. അപ്പൊ കേൾക്കുന്നവർ എന്ത് വിചാരിക്കും? ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവന്മാർ അങ്ങനെ തന്നെ അടിക്കും. പിന്നെ ആ വാർത്താ സമ്മേളനത്തിൽ വന്ന ആ സ്ത്രീ സംസാരിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? കുടുംബം നിർബന്ധിച്ച് ആ സ്ത്രീ അവിടെ കൊണ്ടുവന്നിരുത്തി. മനസ്സ് മനാഫിനൊപ്പം. കൃഷ്ണപ്രിയയുടെ പടവും വെക്കും, അപ്പുറത്ത് മനാഫിന്റെ പടവും വെക്കും. എന്നിട്ട് മനസ്സ് മനാഫിനൊപ്പം. ഇവന്മാർ ഇതൊക്കെ ചെയ്യുമെന്നാവുന്ന രീതിയിൽ എല്ലാ കുടുംബത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ദ്രോഹിക്കാവുന്ന എന്തായാലും അവര് ഞാനിപ്പോഴും ആ സ്ത്രീ കുഞ്ഞിലേക്ക് പറയുന്നുള്ളൂ. അവര് ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനെ വരെ ആക്രമിക്കുന്നു. ഇനി ഇവന്മാരെന്തറിയാമോ? ജോലി സ്ഥലത്ത് ആ സ്ത്രീ ഒറ്റപ്പെടുത്താൻ നോക്കും. ഇനി അവന്മാരുടെ അടുത്ത പരിപാടി അതാണ്. ആ സ്ത്രീയെ, ജോലിക്ക് പോകുന്ന ആ സ്ത്രീയെ ആ ജോലി സ്ഥലത്ത് ഇവർ ഒറ്റപ്പെടുത്തി അവരെ കൊണ്ട് ആ ജോലി ഇവർ രാജിവെപ്പിച്ച് ആ സ്ത്രീയെ അവരെ എങ്ങനെ ഈ ഭൂമി വിട്ട് അവർ പോകണമെന്ന ഘട്ടത്തിലേക്ക് ഉമ്മാരെത്തിക്കും. ഉമ്മാരുടെ പരിപാടിയാണെന്നേ. ഉമ്മാരെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഉമ്മാരുടെ എല്ലാ കലാപരിപാടികളും നമുക്ക് നന്നായിട്ട്. യുവമാരുടെ തെണ്ടിത്തരങ്ങൾക്ക് വളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ യുവമാര് കൂടെ നിൽക്കും. ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവസ്ഥയായി പോകും. അതെ. സി എമ്മിന്റെ അവസ്ഥയാവും. സി എം എന്താ ചെയ്തത്? അവിടെ നടക്കുന്ന സ്വർണ്ണത്തെ കടത്തും സ്വർണ്ണത്തട്ടും ചേടാ പിടിക്കുന്നുണ്ടാ, നീയൊക്കെ പോയി അന്വേഷിക്കും. ഇതാണ് ഇപ്പൊ ഈ ഫാമിലിക്ക് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും തെണ്ടിത്തരങ്ങൾ കാണിക്കുമ്പോൾ നമ്മളത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ സംഘി, വർഗീയവാദി, നീ പോടാ വർഗീയവാദി എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. അതാണ് ഇതിനകത്ത് ഒരു കാര്യം കേട്ടോ. അതായത് ഇപ്പൊ ഈ മനാഫിന്റെ കാര്യത്തിൽ ആ കുടുംബം എന്തുകൊണ്ട് പ്രതികരിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എന്റെ 4ാമത്തെ കുഞ്ഞായി ഞാൻ അർജുന്റെ കുഞ്ഞിനെ വളർത്തും. ഇതൊക്കെ പറഞ്ഞ് തുടർച്ചയായിട്ട് ഈ വിഷയം എടുത്ത്, അതായത് അവിടെ അടക്കം നടന്നു, ജനം മൊത്തം ഒപ്പം നിന്നു, അർജുന്റെ ബോഡി കൊണ്ടുവന്ന് അടക്കി. ഞാൻ ഇവിടെ ഈ ഓഫീസിൽ ഞാൻ ആ ചെയറി ഇരുന്നപ്പം ഒരു ദിവസം ഞാൻ ഇവിടെ പത്രം ഇങ്ങനെ മടക്കി വെച്ച എന്റെ കൂട്ടത്തിൽ ആ കുഞ്ഞ് കരയുന്ന ഒരു ഫോട്ടോ ഉണ്ട്. കുറച്ച് ദിവസമായ പത്രമാണ്. ഞാൻ അതെടുത്തിട്ട് ഇവിടെ നമ്മുടെ ശ്രീവിശാഖന്റെ അടുത്ത് പറഞ്ഞ, നീയാണോ ഇതെടുത്ത് കൂടെ എടുത്ത് നൂത്ത് വെക്കുന്നേ, അത് തിരിച്ചു വെക്കാൻ പറഞ്ഞു. ഞാനിത് 2-3 പ്രാവശ്യം ഞാൻ മടക്കി വെച്ചതാണ്. എന്നിട്ട് അതാ ഞാൻ ശ്രീവിശാഖാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിശാഖയുടെ അടുത്ത് പറഞ്ഞു, വിശാഖ ഇതെടുത്ത് എനിക്കിത് കാണാൻ വയ്യ, എനിക്ക് മനസ്സ് ഒരുപാട് അലോസരപ്പെടുന്നു അത് കാണുമ്പോൾ. ആ ഘട്ടത്തിലുള്ള ഒരുപാട് മനുഷ്യർ ഇവിടെയുണ്ട്. അങ്ങനെ അവരെ ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച ഒറ്റ ദിവസം കൊണ്ട് അവരെങ്ങനെയാണ് നമുക്ക് അന്യരായി മാറിയത്? അവരൊരു വാർത്താ സമ്മേളനം നടത്തി അവരുടെ ഒരു പ്രശ്നം പറഞ്ഞു, അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അവർ കൊടുത്ത പരാതിയിൽ എവിടെയെങ്കിലും മനാഫിന്റെ പേരുണ്ടോ? ഇല്ല. മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ താഴെ വരുന്ന കമന്റുകളിലാണ് ഞങ്ങൾക്കെതിരെയായിട്ടുള്ള അധിക്ഷേപം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനാഫല്ല കക്ഷി, മനാഫിന്റെ യൂട്യൂബ് ചാനലിലെ സാധനങ്ങൾക്ക് താഴെ വരുന്നത്. ഇത് ഇദ്ദേഹം പറഞ്ഞാൽ നിൽക്കുന്നുണ്ടോ? ഈ മനാഫ് ആലോചിച്ച് നോക്കേണ്ട ഒരു സാധനം, മനാഫിലൂടെയാണ് ഇവർ ആക്രമിക്കപ്പെടുന്നത്. ഇത് മനാഫിന് ഈ വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുമ്പ് തന്നെ അവരെ ആക്രമിക്കുന്നുണ്ട്. ഏതാ? അവര് വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുമ്പ് തന്നെ അർജുന്റെ, ഞാൻ കണ്ടിട്ടുണ്ട്, അർജുന്റെ വേർപാടിൽ വേദനയുള്ള ഒരേ ഒരു മനുഷ്യൻ മനാഫിന്റെ പടം എടുത്തു വെച്ച് ആ കുടുംബത്തിനപ്പം നോക്കത്തില്ലേ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ട് അപ്പുറത്ത് വീട്ടിലെ ചേട്ടൻ വന്നിരുന്ന് ആ ചേട്ടന്റെ പടം എടുത്ത് നാട്ടുകാരിട്ടിട്ട് ഇത് അതിലൂടെ അർത്ഥമാക്കുന്ന എന്താണ്? അവര് കുടുംബത്തിന് നോവുന്ന വേറൊരു കാര്യമുണ്ട്. ഇയാളൊന്നും ചെയ്തില്ല എന്നാ കുടുംബത്തിന് അറിയാം. അതേസമയം നമ്മൾ വർഗീയത പറയുന്നവരാണെങ്കിൽ മനാഫിന്റെ സഹോദരൻ മുബീനുണ്ട്, പുള്ളിക്കാരനാണ് ഇവരുടെ കൂടെ നിന്നത്. അയാളാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒന്നും വന്നിട്ടുമില്ല. അല്ല, പുള്ളി വരത്തില്ല. പുള്ളിയാണ് ഇതിന്റെ ഓണർ. പുള്ളി ഒന്നും നാടകം കളിക്കാനൊന്നും വന്നിട്ടില്ല. ഈ RC ഓണർ എന്ന് പറയുന്നത് പുള്ളിയാണ്. ഇദ്ദേഹത്തിന് സംഭവിച്ചൊരു കാര്യം എന്ന് പറയും, മനാഫിന് സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മനാഫ് ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ ചെന്ന് നിന്ന് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് എന്താ പറയാ, ഈ മീഡിയ മുഴുവൻ കയറി, മീഡിയക്ക് പിന്നെ ആരെങ്കിലും കിട്ടിയാൽ മതിയല്ലോ, ആരെങ്കിലും ഒരാളെ കിട്ടും, അയാളെ എടുത്ത് വലിയ ഇതായിട്ട് ചുമന്നുകൊണ്ട് നടക്കും. കുറെ കൂടെ കഴിയുമ്പോൾ ബഹിരാകാശത്തേക്ക് പറത്തിയും വിടും, പിന്നെ ഏറി പറന്ന് നടക്കും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആരെങ്കിലും ഒരാളെ പെട്ടെന്ന് ഒരു ദിവസം ഇവർ കണ്ടുപിടിക്കും. ഈ ഇദ്ദേഹം അവിടെ പോയി നിന്നപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ നമ്മളാ ചർച്ചയിൽ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ അനുകൂലിച്ച ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഈ മനാഫിനെ അവിടെ കിടന്ന് ഈ പറയുന്ന ഷോ ഓഫ് കാണിക്കേണ്ട കാര്യമില്ല. അതിലിപ്പോ ആരാണല്ലോ, നമ്മളെ മാധ്യമപ്രവർത്തകരാണെങ്കിലും അവിടെ പോയിട്ട് അവിടെ തരാം, ഇവിടെ അവർക്കറിയത്തില്ല എതിരെയായി. അവർ ആദ്യഘട്ടത്തിൽ അവർ പറയുന്നത് ഇത് മണ്ണിനടിയിൽ ഇത് പുഴയിൽ പോയിട്ടുണ്ടാവും.
ഇയാളാണ് അവിടെ നിന്നും അത് കുത്തിത്തിരിച്ച് അങ്ങനെയല്ല ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചത്. അപ്പൊ അർജുൻ സ്പോട്ടിലും മരണപ്പെട്ട് കാണും, പക്ഷെ നമുക്കറിയില്ലല്ലോ. ആ ബോഡി കണ്ടായിരുന്നോ ഷാമ്? ആ ബോഡി ബ്ലർ ചെയ്താണ് ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് കൊടുത്തത്. പക്ഷെ നമ്മൾ ആ ബോഡി കണ്ടല്ലോ, അതിനകത്തൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ആ തൊടയുടെ ഭാഗവും ശരീരത്തിന്റെ ഇത്ര ഭാഗം മാത്രമേ ഉള്ളൂ അതിനകത്ത്. അതെ. അപ്പൊ ആ ഒരു ലെവലിലോട്ട് ആ ശരീരം എത്തുന്നതിന് മുമ്പേ നമുക്ക് എടുക്കാമായിരുന്നു അത്. അപ്പൊ അത് ഇത്രയും വൈകിപ്പിച്ചത് ഈ പുള്ളിക്കാരനാണ് എന്ന് അന്ന് മുതലേ വിനു വി ജോണൊക്കെ ഏഷ്യാനെറ്റിൽ വിനു പരസ്യമായിട്ടൊന്ന് മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ ഏഷ്യാനെറ്റില്. ഞങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. അപ്പൊ അവിടെയുള്ള SP കാര്യങ്ങളും അവിടെയുള്ള MLA ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ. ഇന്നലെ ശ്രീകണ്ഠൻ സാർ ഇത് വളരെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. ആ കുടുംബത്തെ ആക്രമിക്കരുത് എന്ന് SKN വളരെ കൃത്യമായി പലതവണ ആവർത്തിച്ച് ഈ വിഷയം തന്നെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. പലതവണ അദ്ദേഹം പറഞ്ഞു ഈ കുടുംബത്തെ ആക്രമിക്കരുത്, അവർ ഇരകളാണ്, ആ സ്ത്രീ ഒരു ഇരയാണ്, അവരെ ആ ഒരു സ്ത്രീ എന്നുള്ള പരിഗണനയോടുകൂടി നമ്മൾ കാണണം, അവരെ ഒന്നും അങ്ങനെ പറയാൻ പാടില്ല. കാര്യം അത്രത്തോളം ക്രൂരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് നമ്മൾ പ്രബുദ്ധ മലയാളി എന്ന് പറഞ്ഞിട്ട് ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ അവരുടെ വേദന പങ്കുവെച്ചു. അവരുടെ വേദന പങ്കുവെച്ചില്ലേ ശരിയോ തെറ്റോ ഒക്കെ അവിടെ നിൽക്കട്ടെ, അതിന്റെ ശരി തെറ്റുകൾ പിന്നീടുള്ള കാര്യമാണ്. അവരൊന്ന് ഒരു കാര്യം പറഞ്ഞു ഇതില്ല കാക്കക്കൂട്ടം പോലെ ചെന്ന് ആക്രമിക്കുവാന്നേ. അല്ല, ഇതിൽ വേറൊരു കാര്യം ഞാൻ കാണുന്നത് എന്താ അറിയോ, ഈ കേരളത്തില് ഈ ഇതുപോലെ രണ്ട് മതസ്ഥര് ഇതര മതസ്ഥര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാൽ അത് വലിയൊരു വാർത്തയാക്കി. പ്രത്യേകിച്ച് ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ സഹായിക്കുകയാണെങ്കിലോ ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെ സഹായിക്കുകയാണെങ്കിലോ വലിയ വാർത്തയാക്കി മാർക്കറ്റ് ചെയ്യാൻ കാത്തിരിക്കുന്ന വലിയൊരു കൂട്ടം ഇവിടെ ഉണ്ട്. ഇതാണടാ കേരളം എന്നുള്ള രീതിയിൽ നമുക്കറിയാമല്ലോ. കേരളം എന്ന് പറഞ്ഞ പാട്ടെടുത്തിട്ട് ഇതൊരു മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതായിട്ടല്ല, ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെ സഹായിക്കുന്നു അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ സഹായിക്കുന്നു എന്ന രീതിയിലാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. വളരെ ഡേഞ്ചറസ് ആണ് അതങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഇവരുടെ ആ ഒരു ഉദ്ദേശം ചീറ്റിപ്പോയി. അപ്പൊ തന്നെ അവരുടെ തനിനിറം പുറത്തു വന്നത് കണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള കമന്റ് ഞാനും കണ്ടിരുന്നു. ആ മുസ്ലിമിനെ സഹായിക്കാൻ പോയി എങ്ങനെയിരിക്കും എന്നുള്ള രീതിയിൽ ഇവര് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള കമന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വിതറുകയാണ്. അത് അവിടെയാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു ഡേഞ്ചർ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം. പക്ഷെ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഇവന്മാര് വന്ന് നിന്ന് ഇവന്മാര് പറയുന്നതാണ് ഇവന്മാര് നമ്മൾ വർഗീയവാദികൾ, അത് നമ്മൾ പറയാൻ പാടില്ല. അവർക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പറയാൻ അനുവദിക്കുക. രണ്ടും കൂടെ ഒരുമിച്ച് വന്നിട്ട് വലിയ അപകടത്തിലേക്ക് അത് പൊക്കോണ്ടിരിക്കുന്നത്. ഇത് വലിയ അപകടത്തിലേക്കാണ് ഈ കളി. ഇത് ഇവന്മാര് തീ കൊണ്ടാണ് കളിക്കുന്നത്. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യാൻ ശ്രമിക്കുകയാണ് ഇവര്. അത് വലിയ ദോഷം ചെയ്യും. ഇത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും. ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഇപ്പൊ അവര് ഒരുത്തൻ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണം? ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല, ഇങ്ങനെ സാധനം കൊണ്ടിടാൻ പാടില്ല, മുസ്ലിങ്ങളെ സഹായിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കിയില്ലേ? വേർതിരിച്ച് രണ്ട് സമൂഹമായിട്ട് വേർതിരിച്ചിട്ട് ഇത് മാറാടക്ക് കെട്ടടങ്ങിയതല്ലേ? വീണ്ടും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇവർ ചെയ്യാൻ പോകുന്നത് ആ സ്ത്രീയെ ഇനി ആക്രമിക്കും. കാര്യം ഒരു പുരുഷനെ ആക്രമിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പം ആ അളിഞ്ഞ അളിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യനെ എടുത്തിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അളിഞ്ഞാളിയൻ അങ്ങനെ കൊണ്ട് ഒരു സ്ഥലത്ത് മതത്വമായിട്ട് കൊണ്ട് ബന്ധിപ്പിച്ചപ്പോ ഒരു സ്ഥലത്ത് ഒരു സംഘപരിവാർ അനുകൂല ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയനെ വരെ സംഘീന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. അതെ, തെറിവിളി. അത് കമ്മ്യൂണിസ്റ്റ് അണികള് അറിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ NIA യുമാരെ പിടിച്ചോണ്ട് പോയപ്പം രാത്രി കോഴിക്കട മുതലാളി കണ്ണുറന്ന് നോക്കിയപ്പോ മറ്റേ NIA പോവാന്ന് പറയും പോലെ ഒരു ദിവസം രാവിലെ കണ്ണുറന്ന് നോക്കിയപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം പെട്ടെന്ന് സഖാപ്പികൾ യഥാർത്ഥത്തിൽ സുഡാപ്പികളായി മാറി. ഞാൻ പറഞ്ഞില്ലേ ധനുഷേ, നമ്മൾ ABC ചർച്ച നടത്തിയ സമയത്ത് ഞാൻ ഒരു കഥ പറഞ്ഞില്ലേ, ഇവിടെ SFIയുടെ പ്രകടനം പൊക്കൊണ്ടിരിക്കുക, സിറ്റിയിൽ SFIയുടെ പ്രകടനം പൊക്കൊണ്ടിരിക്കുക. അപ്പൊ SFIയുടെ പ്രകടനം പൊക്കൊണ്ടിരിക്കുന്ന ഈ ABP ആയിട്ടുള്ള RSS ആയിട്ടുള്ള പ്രശ്നമാണ്. ഈ RSSനെതിരെ ഭയങ്കര മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് SFI DYFI പ്രവർത്തകരുടെ പ്രകടനം അങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നടുക്കുന്ന് ബോല തക്ബീർ വിളിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ ABC സംസാരിച്ച ദിവസമാണ് ഇതൊക്കെ. എന്തോ അഖിലഹാദിയ വിഷയത്തില് ഹൈക്കോടതിക്ക് നേരെ മാർച്ച് നടത്തിയില്ലേ? ഹൈക്കോടതിയിലേക്ക് കേരള പോലീസിന്റെ ജലപീരങ്കിയുടെ മോളിൽ കയറിയല്ലോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇസ്ലാമിക കേരളം അതുണ്ടാക്കിയെടുക്കാനാണ് ഇവന്മാർ ശ്രമിക്കുന്നത്. അത് പക്ഷേ ഇവന്മാര് തീ കൊണ്ടാണ്. അത് മുഖ്യമന്ത്രിക്ക് നല്ലപോലെ അറിയാൻ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി മലപ്പുറത്തുമാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്തൊക്കെ നടന്നെന്ന് പറഞ്ഞത്. പക്ഷെ പിന്നീട് മുഖ്യമന്ത്രി നേരിട്ട് ആക്രമണം ഉണ്ടായിരുന്നു.
ചെറിയ ആക്രമണമൊന്നുമില്ല. ഇപ്പോഴും ആക്രമിച്ചു. CM-ന്റെ മകൾക്ക് പുറത്താക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെ. CM-ന്റെ മകളെയൊക്കെ എടുത്ത് വലിച്ചീറി ഒട്ടിക്കുകയാണ്. അതെ അതെ, മുഖ്യമന്ത്രി പിണറായി വിജയനും റിയാസും തമ്മിലുള്ള വിവാഹം വ്യഭിചാരമാണ് എന്നൊക്കെ പറഞ്ഞ ടീമുകൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടാണ് നമ്മുടെ സമൂഹം വളർന്നു പന്തലിച്ചത്. ഭീകരമാണ്. അതാ നമ്മളിപ്പോഴും ഒരു പുറമോടിയിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ് ഇതിനെ. നന്മയുള്ള കേരളം എന്ന് പറഞ്ഞിട്ട് ഇത് മറച്ചു വെച്ചിരിക്കുകയാണ്. ഇത് അധികം വൈകില്ല. ഇതൊരു ശരി.